ഇന്നലെ പരിപാടി രാവിലെ ഇന്ന് നമുക്ക് നമ്മുടെ കമ്പനിയിൽ ഒന്ന് പോവാലോ. അതെ, നിങ്ങൾക്ക് ഇവിടെ കമ്പനി ഉണ്ടല്ലേ? പിന്നെ ഇവിടെ ഒരു കമ്പനി ഉണ്ട്. എന്താ കമ്പനി ആയിട്ട് അത് ബ്ലൈൻഡ്സും കർട്ടൻസും ഓണിങ്സും ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് വിശേഷങ്ങൾ അല്ലേ? അതെ അതെ, സാൻസ് അവിടെ വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നമ്മുടെ ടോണിയുടെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. സുനീഷ് എവിടെ നമ്മൾ എത്തിയിരിക്കുന്നത്? നമ്മുടെ ടോണിക്കുട്ടനെയും സാൻസിന്റെയും പ്രസ്ഥാനത്തിൽ വന്നേക്കുക ആണല്ലേ? ആ പ്രസ്ഥാനം എന്നാന്ന് പറഞ്ഞ സംഭവം ഇതൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ്. അതായത് ന്യൂകാസിലെ അത് ബേസ് ചെയ്തേക്കുന്നത് ന്യൂകാസിലാണ്. അപ്പം ഇത് ഇവിടെ ബ്ലൈൻഡ്സ്, കർട്ടൻസ്, ഓണിങ്സ്, സെക്യൂരിറ്റി ഡോർസ്, സ്ക്രീൻസ്, ഞങ്ങളിവിടെ ഏകദേശം 36 പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. 20 പ്രോഡക്ട്സ് തുടങ്ങിയതാണ്, ഇപ്പം 36 പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ അകത്തോട്ട് കയറിട്ട് അതിന് മുമ്പേ കുറച്ച് ആൾക്കാർ നമ്മളെ കാണാൻ വന്നിട്ടുണ്ട്. അവരെയൊക്കെ പെട്ടെന്ന് പരിചയപ്പെടാം. വീഡിയോ എന്റെ പേര് രാകേഷ്. ഞാൻ നാട്ടില് പാലക്കാട് മണ്ണാർക്കാടാണ്. നിങ്ങളെല്ലാ സുഹൃത്തുക്കൾ തന്നെയാണല്ലേ? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതാണ്. വീഡിയോയിൽ കൂടെ നിങ്ങളുടെ എല്ലാരും അറിയാം. പിന്നെ 2018 കാലഘട്ടം മുതൽ സ്ഥിരമായിട്ട് അപ്പം കണ്ടതിലും വളരെ സന്തോഷം. പറയാം, ഇത് നമ്മുടെ സനൽ സാറെ പുള്ളി നമ്മളെ പരിപാടിയില്ല. ഇത് നമ്മുടെ ക്ലിന്റെ പുള്ളിയാണ് നമ്മളെ അകത്ത് പഴങ്കഞ്ഞിയൊക്കെ തന്ന് അല്ലേ? അല്ല, പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ സാധനം ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനമാണ്. പുള്ളി ഉണ്ടാക്കി തന്ന ആ സാധനം ഇപ്പോഴും എന്റെ വയറിന് നല്ല കുളിർമയാണ് സത്യം പറഞ്ഞത്. അപ്പൊ നമ്മുടെ ക്ലിന്റെ അതെ അതെ. അപ്പൊ നമ്മള് സാൻസ് ആണ്, സാൻസും ഇവർ രണ്ടുകൂടെയാണ് ഈ അല്ലേ നമ്മുടെ പരിപാടി. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അല്ലേ? ആണ് നമ്മുടെ ടോണി സാൻസ് നിങ്ങളുടെ ഫാക്ടറി അല്ലേ? അപ്പൊ ഇവിടെ എന്നാ പരിപാടി? നമ്മുടെ സുഹൃത്താണ് ഇപ്പോൾ, അദ്ദേഹത്തിന്റെ പേരെന്നാ? അദ്ദേഹത്തിന്റെ പേര് അജീഷ്. അജീഷ് വണക്കം. അജീഷ് ഇവിടെ എന്നാ പരിപാടി ചെയ്യുന്നത്? അജീഷ് സെക്യൂരിറ്റി ഡോറിന്റെ സെഷനാണിത്. ഇത് സ്ക്രീൻ ഡോറ്, സെക്യൂരിറ്റി ഡോറ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റ് ഫുള്ള് നോക്കുന്നത് അജീഷാണ്. അജീഷ് നാടെവിടാ? കൊല്ലംകാരൻ അജീഷ്. അജീഷ് ഹായ്. നമ്മളിവിടെ മലയാളികൾ മാത്രമേ ഉള്ളൂ? മലയാളികൾ മാത്രമേ ഉള്ളൂ. ടോട്ടൽ എത്ര പേരുണ്ട്? ഞങ്ങളിപ്പോ 6 പേര്. 6 പേരുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ എന്താണ് നിങ്ങൾ പുറകോട്ടുള്ളത്? അതായത് നിങ്ങൾ ചുരുക്കം പറയാം, നിങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയാം, നിങ്ങൾ ഓസ്ട്രേലിയ മുഴുവൻ ഈ സാധനം കൊടുക്കുകയല്ലേ? ഉണ്ട്. ഞങ്ങള് ഹോൾസെയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയ വൈഡ് മൊത്തത്തിൽ ഹോൾസെയിൽ, ബ്രിസ്ബെയിന്, കെയ്ൻസ്, ഡാർവിന്, പെർത്ത് ഹോൾസെയിൽ പല ആൾക്കാർ ഇവിടുന്ന് എടുക്കുന്നുണ്ട്. പിന്നെ DIY, അതായത് ക്ലയൻസ് ഡയറക്റ്റ് ഞങ്ങളുടെ അടുത്ത് ഓർഡർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ വിത്ത് ഇൻസ്ട്രക്ഷൻ നമ്മൾ ബ്ലൈൻഡ്സ് എല്ലാം മാനുഫാക്ചർ ചെയ്ത് ഷിപ്പ് ചെയ്ത് അവരുടെ ഡോറിൽ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വെബ്സൈറ്റ് ഓൺലൈൻ ഓർഡറിങ് 2 മാസത്തിനകം ലോഞ്ച് ചെയ്യും. അതിനുള്ള വെബ്സൈറ്റിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആൾക്കാർക്ക് ഓൺലൈനിൽ കയറി ഓർഡർ പ്ലേസ് ചെയ്യാം. അതിന്റെ എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. വീഡിയോ ആർക്കെങ്കിലും ഓർഡർ ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പുറകോട്ട് പോയി. പിന്നെ ഇവിടെ എന്നൊക്കെയാണ് കർട്ടന്? പിന്നെ ഇവിടെ സെക്യൂരിറ്റി ഡോറിന്റെ സെക്ഷൻ അത് ഓരോന്ന് കാണിച്ചു തരാം. ഇത് സെക്യൂരിറ്റി ഡോർ ആണ്. അതായത് ഇത് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഈ സെക്യൂരിറ്റി ഡോർ. കാണുന്നല്ലേ? അതെ. ഇത് ഇവിടെ ഓസ്ട്രേലിയയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള ഡോറാണ് ഇത്. ഇത് ഏറ്റവും നല്ല മെഷ്, അതായത് 316 മറൈൻ ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെഷ് വെച്ച് ഉണ്ടാക്കുന്ന ഈ ഡോറ്. പിന്നെ 3 പോയിന്റ് ലോക്ക് ഉണ്ടാവും. 1, 2, 3. ഇത് ചവിട്ടി പൊളിച്ചകത്തൊന്നും കയറാൻ പറ്റത്തില്ല. ഇത് സെക്യൂരിറ്റി ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ. അപ്പം അത് പിന്നെ സ്ക്രീൻ ഡോറുകൾ, അതായത് ഇതൊക്കെ ഒരു $1,000 to $1,500 എക്സ്പെൻസീവ് ആണ്. ഇതൊരു $300-400 വെച്ചാൽ സ്ക്രീൻ ഡോറുകളും കാര്യങ്ങളും, വിൻഡോ സ്ക്രീൻസ്. ഇത് ആ സെക്ഷനാണ്. ഇത് സെക്യൂരിറ്റി ഡോറിന്റെ സെക്ഷനാണ്. ഇത് അത് നമ്മുടെ വിൻഡോ ഫ്രെയിമിന്റെ കളറിനനുസരിച്ചാണ്. നിങ്ങൾ ഈ സാധനമൊക്കെ എവിടുന്നാ വരുന്നത്? കൊറിയ, ടർക്കി എല്ലാം പല രാജ്യങ്ങളിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫാബ്രിക്കുകളും കാര്യങ്ങളും. ഞാൻ കഴിഞ്ഞ ദിവസം മലയാളികൾ നമ്മൾ കണ്ടപ്പോൾ ക്വാളിറ്റി സാധനങ്ങളാണെന്ന് പറഞ്ഞത്. അത് ഇവിടെ ന്യൂകാസിലെ മലയാളികൾക്കെല്ലാം അറിയാം നമ്മൾ. പിന്നെ ഓസ്ട്രേലിയ വഴി ഒത്തിരി അത്യാവശ്യമുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. ഇപ്പം ഡയറക്റ്റ് ഓൺലൈൻ ഓർഡർ ഇടുന്നുണ്ട്. ഇതെന്നാ സംഭവം? ഇത് നമ്മുടെ ഇത് ഫാബ്രിക്കാണ്. അതായത് നമ്മളിവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഇത് സപ്ലൈ വന്നതാണ് ഇന്നത്തേക്ക്. അതെ ഫാബ്രിക്കുകൾ. അപ്പം ഇതാണ് ഫാബ്രിക്കും കാര്യങ്ങളും എല്ലാം. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അത് സ്ട്രേറ്റ് അവേ പ്രൊഡക്ഷൻ ഇടാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഫാബ്രിക്കുകളെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഒരു ബ്ലൈൻഡ്സ് ഉണ്ടാക്കാൻ ഇത് ഫുള്ളി ഓട്ടോമേറ്റഡ് CNC മെഷീൻസിലാണ് ഈ കമ്പനി റൺ ചെയ്യുന്നത്. അതായത് ന്യൂകാസിൽ നമുക്ക് മാത്രമേ ഉള്ളൂ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള CNC മെഷീൻ. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഫാബ്രിക്കുകളല്ല, ഇത് ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു ഫാബ്രിക് വന്നത് ലെറിവിൻ്റെ ഒക്കെ ഒരു ഫാബ്രിക് വന്നിട്ടുണ്ടെങ്കിൽ
ഇതെല്ലാം റോളായിട്ടാണ് വരുന്നത് ബ്ലൈൻഡ്സ് ഫാബ്രിക്. ഓക്കെ ഓക്കെ. അപ്പം അത് അതെ ഇത് ലെനസ്ക്യൂ എന്ന് പറഞ്ഞൊരു ഫാബ്രിക്കാണ്. അപ്പം അതൊക്കെ ഓർഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ലോഡ് ചെയ്ത് കൊടുത്ത് മെഷീൻ തന്നെ കട്ട് ചെയ്ത് എല്ലാം റെഡി. അപ്പോൾ ഇത് ഫുള്ളി ഓട്ടോമാറ്റഡ്, അത് 0 എററാണ്. ഇത് അടിപൊളി മെറ്റീരിയൽ ആണല്ലോ, കണ്ടിട്ട് ഭയങ്കര ഒരു സ്പെഷ്യൽ. ഇതെന്നാ സംഭവം? ഈ പ്രോഡക്റ്റിന് നമ്മൾ പറയുന്നത് സീബ്ര ബ്ലൈൻഡ്സ് എന്നോ അല്ലെ വിഷൻ ബ്ലൈൻഡ്സ് എന്നോ ഒക്കെയാണ് ഈ സാധനം അല്ലേ. നമ്മുടെ കയ്യിൽ സീബ്ര ബ്ലൈൻഡ്സിന്റെ ഇരിക്കുന്നത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ്, എല്ലാം ബ്ലോക്ക് ഔട്ട് ഫാബ്രിക് ആണ്. ഫാബ്രിക് തിക്നെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ല മെഷാണ്. അപ്പൊ വരുന്ന കസ്റ്റമറിന് അവര് ഫീൽ ചെയ്യുമ്പോൾ തന്നെ പറയും നല്ല മെറ്റീരിയൽ എന്ന് പറയാറുണ്ട്. ഇങ്ങനെയാണ് ഈ റോള് വരുന്നത്. എല്ലാ റോളുകളും പല ഡിഫറെന്റ് ആയിട്ട് കളേഴ്സ് ഉണ്ട്. നല്ല മെറ്റീരിയൽ കാണുമ്പോൾ അറിയാം. അതെ, നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം. ഒരു ഓർഡർ കട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഇതാരാണ് സുഹൃത്ത്? ഇത് പേര് പറഞ്ഞേ. പേര് സാജോ. സാജോ, നമ്മൾ കഴിച്ചാൽ പരിചയപ്പെട്ടാണ്. സാജോ നാട് ഇലഞ്ഞി അല്ലേ? ഓക്കെ. അപ്പൊ ഇനി കട്ട് ചെയ്യാൻ പോകല്ലേ? മെഷീൻ കട്ട് ചെയ്യാൻ പോകല്ലേ? മെഷീൻ കട്ട് ചെയ്യാൻ അതിന് മുമ്പ് ഫാബ്രിക് ലോഡ് ചെയ്യുവാണ്. മെഷീൻ തന്നെ വന്ന് ഫാബ്രിക് പിക്ക് ചെയ്യും. അതാണ് മുമ്പേ പറഞ്ഞ 0 എറർ. അതെ, കണ്ടോ കഴിച്ചോണ്ട് പോകുന്നുണ്ടോ? ഓക്കെ, അന്ന് കറക്റ്റ് അല്ലേ? ഫാബ്രിക് കൊണ്ടുപോയി 0 എറർ എന്ന് പറഞ്ഞാൽ ഇത് കട്ടിംഗ് ആണ്. ഇതിന്റെ ഫുള്ളി ഓട്ടോമാറ്റിക് കട്ടിംഗ്, അതായത് മാനുവൽ കട്ടിംഗ് ഇല്ല, അത് മാനുവൽ മെഷീനാണ്. ഇതാണ് നമ്മുടെ ഈ മെഷീന്റെ മെയിൻ ഒരു സ്ക്രീന്. അപ്പൊ ഇതാണ് ഈ കാണുന്നതാണ് ഇതിന്റെ മെയിൻ ഈ ടേബിൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് ഇത് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സാധനം അത് തന്നെ അല്ലേ? ഇതിന്റെ അകത്ത് നമ്മൾ മെഷർമെന്റ് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മൾ പറയുന്നിടത്ത് പോയി ഈ ഹെഡ് പോയി കട്ട് ചെയ്യും. നമുക്ക് ഇനി അത് കാണാം. നിങ്ങളല്ലേ പറഞ്ഞു ഞാൻ കോളേജിൽ പോയിട്ടില്ല. ഒരു കോളേജിൽ ഒന്നിച്ച് പഠിച്ചവനാ. എത്ര ക്ലാസ് വരെ പഠിച്ചു പുള്ളി? ഇമാർക്ക് ഒരു സംശയം ഉണ്ടോ, ഞാൻ കോളേജിൽ പോയിട്ടില്ല. പുള്ളി അതുവരെ പോയി പിഴുകിരി പോയോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. സാറുമാര് എന്നാലും അതും പോയി, അവിടുന്ന് കൈവിട്ട് പോയി. അത് മതി. അടുത്തത് അങ്ങനെ കട്ട് ചെയ്യുന്നല്ലേ? അടുത്തത് നമ്മൾ അതിന്റെ വർക്ക് ഓർഡറിനായിട്ടുള്ള ഫാബ്രിക് കട്ട് ചെയ്യേണ്ട സാധനം എല്ലാം നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിനി വർക്ക് ചെയ്യാനായിട്ടുള്ള സാധനം എല്ലാം റെഡിയാക്കി തന്നെ കട്ട് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പല മെഷർമെന്റ് കസ്റ്റം സൈസിലായിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. അത് ഇനി ഇത് കഴിയുമ്പം ഇങ്ങനെ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട്. ഇതാണ് നമ്മുടെ സിഗ്നേച്ചർ പ്രോഡക്റ്റ്. ഈ സാധനം അതിന്റെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഒക്കെ തന്നെയാണ്. കണ്ടോ, അതിന്റെ കമ്പോണൻസ് ആണ് അതിന്റെ അകത്ത് റോളർ ബ്ലൈൻഡ്സിന്റെ ഉണ്ട്, സീബ്രയുടെ ഉണ്ട്, പെട്ടിക്ക ബ്ലൈൻഡ്സിന്റെ ഉണ്ട്, അങ്ങനെ എല്ലാത്തിന്റെ കമ്പോണൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അസംബ്ലി, അത് കഴിഞ്ഞാൽ പാക്കിങ്, പിന്നെ നമ്മൾ ഷിപ്പ് ചെയ്യുന്നു. ലോക്കൽ ഈ ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ തന്നെ? ഞങ്ങളുടെ റീറ്റെയിൽ മാർക്കറ്റ് ആയത്. അപ്പൊ ഇവിടെ ഞങ്ങളായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. മെയിനായിട്ട് DIY ചെയ്യുന്ന സിസ്റ്റം, അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. ഇതുപോലത്തെ 2 ക്ലാമ്പ് ഉണ്ടാവും. അത് 2 സ്ക്രൂ അടിക്കുക, 2 സ്ക്രൂ അടിക്കുക. ഇത് അതുപോലെ തന്നെ വിൻഡോയ്ക്കകത്ത് ക്ലിക്ക് ചെയ്തിട്ട് പരിപാടി കഴിഞ്ഞു. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. വളരെ ഈസിയാണ്. ചുരുക്കമായ പഠിക്കൊന്നും വേണ്ട, ആർക്ക് വേണം. അതായത് അതുകൊണ്ടാണ് ഈ സിസ്റ്റം ഓസ്ട്രേലിയയിൽ നമ്മുടെ സിസ്റ്റമാണ്, നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണ്. ഇത് ഈസി ഇൻസ്റ്റലേഷൻ, അതായത് 2 സ്ക്രൂ അടിക്കുക, ഒറ്റക്കൈ അതാണ് അതിന്റെ ആർക്കും ചെയ്യാൻ വീട്ടില് DIY ആയിട്ട്. അതാണ് ഞങ്ങൾ ഫൈനലി പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് വെബ്സൈറ്റ് 2 months ലോഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് ചുരുക്കമായ ഒരു കൊച്ചു പിള്ളേർക്കാണല്ലോ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ. തീർച്ചയായും അല്ലേ? ഇത് 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 അടയ്ക്കുകയും തുറക്കുകയും ചെയ്യത് അങ്ങനെ അത് ക്ലോസിംഗ് കണ്ടീഷൻ ആണ്. അതെല്ലാവർക്കും അറിയാം. ഇതെന്നാ സംഭവം? ഈ സാധനം ഇത് വേരി ഷെയ്ഡ് എന്ന് പറയും. ഇത് നമ്മുടെ ഫാക്ടറി തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതും ഈസി ഇൻസ്റ്റാളേഷൻ ആണ്. ക്ലിപ്പ് അടിക്കുക, ക്ലിക്ക് ചെയ്തിടുക. ഇത് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് സ്ലൈഡിംഗ് ഡോറിലൊക്കെയാണ് മെയിൻ ആയിട്ട് ആൾക്കാർ വരുന്നത്. ഇതിൽ ഇറങ്ങിപ്പോവാം. ഇതിൽ ഇൻഡിവിജ്വൽ സ്ലാറ്റ്സ് ആണ്. ഇതിൽ ഇറങ്ങിപ്പോവാം. പിന്നെ ഇത് ഷിയർ എഫക്ട് ഉണ്ട്. പിന്നെ ഇത് നമുക്കത് അടയ്ക്കണമെങ്കിൽ അടയ്ക്കാം, തുറക്കണമെങ്കിൽ തുറക്കാം. പ്രീമിയം പ്രോഡക്റ്റ് അല്ലേ? അത് പ്രീമിയം പ്രോഡക്റ്റ് ആണ്. അതായത് ഷിയർ കട്ടൻസ് നാച്ചുറലി ഇടുമ്പോൾ ഷിയറും ബ്ലോക്ക് ഔട്ട് കട്ടനോട് ഇടണം. അല്ലെങ്കിൽ ഷിയർ മാത്രം, അല്ലെങ്കിൽ ബ്ലോക്ക് ഔട്ട് മാത്രം ഉണ്ടാവും. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഷിയർ വേണ്ട, അപ്പോൾ ഷിയർ ഉണ്ട്.
ബ്ലോക്ക് ഔട്ട് വേണ്ടപ്പം ബ്ലാക്ക് ഔട്ട് വേണ്ടപ്പം ബ്ലാക്ക് ഔട്ട് ഉണ്ട്. എല്ലാം ഒരു ഒറ്റ കട്ടണിൽ തന്നെ എല്ലാ പരിപാടിയും ഫുൾ അങ്ങോട്ട് മാറ്റിയിരുന്നെങ്കിൽ മാറ്റിയതാണ്. ഇത് നമ്മളിപ്പം കസ്റ്റം മെയ്ഡ് ആയിട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇത് കസ്റ്റം മെയ്ഡ് ഫിനിഷ്ഡ് കട്ടൻസ് ആണ്. ഇത് ട്രാക്ക് അവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ഇത് പിഞ്ച് പ്ലേറ്റ് കട്ടണ്, ഇത് ഷെയർ കട്ടൺ, S5 ഷെയർ കട്ടൻസ്. ഓക്കെ, ഇതെല്ലാം ഫാബ്രിക്. ഇത് ഇൻസ്റ്റലേഷൻ ഡ്യൂ ആയിട്ടിരിക്കുന്ന ആൾ. പിന്നെ ഇത് നമ്മൾ ഇച്ചിരി കാണിച്ചില്ലേ, വേരിഷേഡ് എന്ന് പറഞ്ഞൊരു കട്ടന്. സാധാരണ എല്ലായിടത്തും വേരിഷേഡ് കട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ മറ്റേ ബ്ലേഡ് വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ബ്ലേഡ് കട്ടിങ്. ഞങ്ങളുടെ ഇത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫുള്ളി വെൽഡഡ് കട്ടിങ്. അതായത് താഴേന്ന് നൂലൊന്നും വലിയോ അങ്ങനത്തെ റിസ്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. വെൽഡഡ് കട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഇത് കാണിച്ചു തരാം. അത് ഫുള്ളി എറർ, ഇതും മറ്റേ CNC മെഷീൻ പോലെ തന്നെ എറർ ഫ്രീ കട്ടിങ്. അതായത് ആക്യുറേറ്റ് മെഷർമെന്റിൽ കട്ട് ചെയ്ത് അവിടെ വെക്കുക. മാനുവൽ കട്ടിങ് ഒന്നുമില്ല. അപ്പോൾ 2 ഫാബ്രിക് കട്ട് ചെയ്ത് കാണിക്കാം. അവസാനം വന്നല്ലേ? അതാ ഫാബ്രിക് എടുക്കും. ഓക്കെ, ഇതിപ്പം ഇത് വെൽഡ് ചെയ്തോണ്ടിരിക്കുക. വെൽഡ് കട്ടിങ് കണ്ടോ? കട്ട് കണ്ടോ? നല്ല പെർഫെക്റ്റ് കട്ടിങ് ആണ്. ഒന്നില്ല, ഇതൊന്നും വരും. ഇത് വെൽഡ് കട്ടിങ് ആണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർട്ടനൊക്കെ നമ്മുടെ വീട്ടിലിങ്ങനെ നമ്മൾ കൊണ്ടുവിടുമ്പോൾ ഇത്രയും പ്രോസസ്സ് ഉണ്ടെന്നോ ഇത്രയും സംഭവം ഒന്നോ നമുക്കറിയാൻ പറ്റില്ല. ഇപ്പോഴും അത് ഫാക്ടറിയൊക്കെ ഒന്ന് കണ്ടപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കിയത്. ഏതായാലും അടിപൊളി സൂപ്പർ സംഭവമാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് 1000 ആശംസകൾ. വേറൊന്നുമില്ല, നമ്മളൊക്കെ ഈ ബിസിനസ് ഒക്കെ പണ്ട് കാലത്ത് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ഇനിഷ്യേറ്റീവ് എടുത്ത് അല്ലേ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയത്. എനിക്കൊന്ന് സാൻസിന്റെ ഐഡിയ ആണ്. പുള്ളി കാനഡയിലായിരുന്നു അല്ലേ? കാനഡയിൽ ബിസിനസ് ആയിരുന്നു. ഇങ്ങോട്ട് പറിച്ചു നട്ടു. അതിന് 1000 നന്ദി. കാരണം അത് നമ്മൾ ഏത് കാര്യം ഉണ്ടല്ലോ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ടോണിയുടെ കാര്യം പറയുമ്പോൾ ടോണി ബോട്ട് ക്ലബ്ബ് ഒക്കെ ഉണ്ടാക്കുന്നത് മലയാളിക്കൊന്നും ആദ്യം ചിലപ്പോൾ ഒന്ന് ഒരു ഇഷ്ടപ്പെടാത്ത പരിപാടിയായിരിക്കും. അത് ആദ്യം ഒരു ഐഡിയ കൊണ്ടുവരിക, അത് അവരെ കൺവിൻസ് ചെയ്ത് അത്രയും നിങ്ങളുടെ ഒരു സംഭവം ഭയങ്കര പാടാണ്. ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. 1-2 പേരെ കൊണ്ടാണ് ഈസിയാണ്. ഇതിപ്പം 50 ഫാമിലി വരുന്നുണ്ട്. അപ്പൊ ഇവർ ചുരുക്കം പറഞ്ഞ ഒരു ബിസിനസ് കുടുംബമാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനൊക്കെ 1000 ആശംസകൾ. അല്ല ഞാൻ പറഞ്ഞ അതൊരു ഞാൻ പറഞ്ഞ അങ്ങനെ വെച്ചാൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടല്ലോ. അത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തെന്നുള്ള ഒരു ഇതല്ലേ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്. ഓക്കെ, അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഐഡിയ എല്ലാം അടിപൊളിയായിരുന്നു. നമ്മുടെ ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ സംഭവം ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഉദ്ഘാടനത്തിൽ നമ്മൾ സഹകരിച്ചു, നമ്മളെല്ലാം കണ്ടു. അടിപൊളി. അതിന് 1000 ആശംസകൾ. പിന്നെ ഇപ്പം നമ്മൾ ഫാക്ടറി വന്നത് നമ്മുടെ സാൻസ് വണ്ണിന്റെ മെയിൻ നോട്ടൽ അല്ലേ? സാൻസ് ആണ് മെയിൻ നോട്ടൽ തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കർട്ടൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നൊക്കെയുണ്ട് എന്നൂതനം പറഞ്ഞു. ബ്ലൈൻഡ്സ്, കർട്ടൻസ്, ഓണിങ്സ്, സെക്യൂരിറ്റി ഡോർസ്, സ്ക്രീൻസ്, എല്ലാ സാധനങ്ങളും അതായത് കമ്പനിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് DIY വീടിന്റെ ഫ്രണ്ടിൽ ഇറക്കി കൊടുക്കും. ഓസ്ട്രേലിയയിൽ ഇവിടെയൊക്കെ ആണെങ്കിൽ ലോക്കൽ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കും. ന്യൂകാസിൽ ഞങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ, ന്യൂകാസിൽ സെൻട്രൽ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ എല്ലാ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാ വെബ്സൈറ്റും ഫേസ്ബുക്കും എല്ലാം എൻ്റെ നമ്പറും എല്ലാം കൊടുത്താൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. മേടിക്കുകയൊന്നും വേണ്ട, പക്ഷേ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനെപ്പറ്റി ചോദിക്കാം അല്ലേ? അല്ലേ? അപ്പം നമ്മൾ ഡൗട്ട് ഉണ്ടെന്നാണല്ലോ ചോദിക്കുന്നത് ഒരു കാര്യം. അപ്പം എല്ലാ ആശംസകളും. അപ്പം കേട്ടോ, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം അല്ലേ? എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.